ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ഫ്രാൻസിൻ്റെ തലസ്ഥാനവും ലോകത്തിൻ്റെ ഫാഷൻ സെൻറ്റർ എന്നറിയപ്പെടുന്ന പാരീസിലെ ചാൾസ് ഡി ഗല്ലയിലെ റൗണ്ടാനയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആർക്ക് ഡി ട്രയംഫാണ്. ബെനീസ് വ്ലോഗ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യാത്രയിലെ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോക്കിടയിൽ ആയിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമ്മളവിടെ ആ റൗണ്ടിനായിട്ട് റെഡിൽ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ആർക്ക് ഡാം എന്നുള്ള സീൻ നദിയാണ് ഈ ലെഫ്റ്റ് സൈഡ് വഴി ഒഴുകുന്നത്. ഇത് നമ്മൾ അതിനെ ഒന്ന് സൂം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ജംഗ്ഷനിൽ 12 സ്ട്രീറ്റ് റോഡുകൾ സംഗമിക്കുന്നുണ്ട്. ഇതൊരു വലിയ റൗണ്ടാനയാണ്. നമ്മുടെ കോട്ടയത്തെ ശീമാട്ടി റൗണ്ടാന പോലെയുള്ള ഒരു റൗണ്ടാനയുടെ വലിയൊരു രൂപമാണ്. കോട്ടയത്ത് 4 റോഡ് സംഗമിക്കുന്നു, ഇവിടെ 12 റോഡാണ് സംഗമിക്കുന്നത്. നമ്മൾ ഈ ഒരു വഴിയിൽ നിന്ന് ആർക്ക് ഡി ട്രയംഫ് കാണുകയാണ്. ആർക്ക് ഡി ട്രയംഫ് എന്നാൽ വിജയത്തിൻ്റെ കമാനം അല്ലെങ്കിൽ സ്മാരകം, ഒരു യുദ്ധത്തിൻ്റെ സ്മാരകമാണിത്. മെട്രോയിൽ ചാൾസ് ഡി ഗല്ലെ സ്റ്റേഷനിൽ വന്നിറങ്ങി കൽപ്പടവുകൾ കയറിയാൽ നമുക്കിതിൻ്റെ മുമ്പിലെത്താം. ഈഫൽ ഗോപുരത്തിനും സീൻ നദിക്കും അരികിലായാണ് ഈ സ്ഥലം. ഇത് പാരീസിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ്. ആൾക്കാരെല്ലാം ആ ഡിവൈഡറായിട്ട് പൊക്കി വെച്ചിട്ടില്ല, പക്ഷെ ഡിവൈഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കളിക്കകത്ത് നിന്നുകൊണ്ട് ആൾക്കാർ അതിൻ്റെ മുഴുവൻ ഭംഗിയും ഒപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചുറ്റുമുള്ള 12 റോഡിലും ആ സൈഡിലും ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ കൂടി നിൽപ്പുണ്ട്. ഓരോ ടൂർ പാർട്ടികൾ വന്നിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഇത് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഹോപ്പ് ഓഫ് ബസ് ഇവിടെ ഒരെണ്ണം നിർത്തിയിട്ടിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ ഇറങ്ങി ഇവിടെ കണ്ടു കഴിഞ്ഞവർ കയറി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഹോപ്പ് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 10-12 പോയിൻറ്റ്സ് ഉണ്ട്. ഇവർ പോകുന്ന മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് അവർ നിർത്തുന്നത്. അവിടെ നമുക്ക് ഇറങ്ങി അവിടെ അത് മുഴുവൻ കണ്ടിട്ട് പിന്നെ അടുത്ത ബസ്സിൽ ഒരു 10-20 മിനിറ്റ് ഇടവിട്ട് ഈ ബസ്സുകൾ ഇങ്ങനെ ഈ റൂട്ടുകളിൽ മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇറങ്ങി കണ്ട് അടുത്ത ബസ്സിൽ നമുക്ക് കയറി പിന്നെയും യാത്ര ചെയ്ത് അതിനടുത്ത സ്ഥലത്ത് ഇറങ്ങി അവിടെയും കണ്ട് അങ്ങനെ മൊത്തം കറങ്ങി വരാം. നമുക്ക് ഒരു ദിവസം മൊത്തത്തിൽ പാസ്സുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 2 ദിവസത്തിനുള്ള പാസ്സുകളൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് 48 മണിക്കൂറിനുള്ള റിവർ പിന്നെ നമ്മുടെ ബോട്ടിലുള്ള യാത്രയും കൂടെ കൂടിയാണെങ്കിൽ 65 യൂറോയാണ് അവർ പറയുന്നത്. ബോട്ട് യാത്ര ഇല്ലെങ്കിൽ നമുക്ക് 52 യൂറോ. പിന്നെ 24 മണിക്കൂറിനാണെങ്കിൽ 42 യൂറോ. ഇത് അഡൾട്ടിനുള്ളതാണ്. ചൈൽഡിനാണെങ്കിൽ 24 മണിക്കൂറിന് 22 യൂറോ, 48 മണിക്കൂറിന് 25 യൂറോ. പിന്നെ റിവറും കൂടെ യാത്രയും കൂടെ കൂടിയാണെങ്കിൽ 32. അപ്പോൾ ചിൽഡ്രന് കുറവുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് 2 സൈഡിലും താഴോട്ട് നിലവറയിലേക്ക് ഇറങ്ങാനുള്ള പിന്നെ നടകളുണ്ട്. ഈ നിലവറയുടെ താഴെ അജ്ഞാതനായ സൈനികൻ്റെ ചൗടീരമുണ്ട്. ഫ്രഞ്ച് ജനറലുകളുടെയും യുദ്ധങ്ങളുടെയും പേരുകൾ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ 4 പ്രധാന ശില്പങ്ങളും 6 റിലീഫുകളും ഉണ്ട്. പിന്നെ മുകളിലേക്ക് ഏതാണ്ട് 300 പടികളുണ്ട്. ഇതൊരു വലിയ കമാനമാണെങ്കിലും ഇതിനടിയിലൂടെ വാഹനം ഓടിക്കാൻ കഴിയില്ല. നമ്മളിവിടുത്തെ ഈ പ്രധാനമായിട്ടുള്ളൊരു വഴിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിവൈഡറിൻ്റെ അവിടെ ഒരു സിഗ്നലുണ്ട്. അതിൻ്റെ ഇപ്പുറം നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വഴിയിൽ നിന്നുള്ള അതിൻ്റെ ഒരു നിപ്പ് പകർത്തിയെടുക്കുകയാണ്. (1806) ഓസ്റ്റർലിറ്റ്സ് യുദ്ധത്തിലെ വിജയത്തിന് ശേഷം
നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തി ഇത് കമ്മീഷൻ ചെയ്തു. ഇത് രൂപകൽപ്പന ചെയ്തത് ജീൻ ഫ്രാങ്കോയിസ് ചാൽഗ്രിൻ എന്നയാളാണ്. നമുക്കിതിൻ്റെ മുകളിൽ അകത്ത് കയറുന്നതിന് 13 യൂറോയാണ് പ്രവേശന ഫീസ്. നമ്മുടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് കൺവേർഷൻ വന്നാൽ 1100 രൂപകളാകും. നമ്മൾ ഈ ഒരു റൗണ്ടാനയ്ക്ക് ചുറ്റും ഒന്ന് കറങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഓരോ സ്ഥലത്തും നമുക്ക് സിഗ്നൽ കിട്ടുമ്പോഴത്തേനും ക്രോസിങ്ങിനുള്ള സിഗ്നൽ കിട്ടുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഞങ്ങൾ പാരീസിൽ പോയത് ഈ വർഷം ഏപ്രിൽ 19, 20, 21 തീയതികളിലാണ്. ഈ സമയത്ത് സ്വിറ്റ്സർലൻഡിലെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ താഴെയായിരുന്നു. എന്നാൽ ഇവിടെ 10-ന് മുകളിൽ 10-12 ആയിരുന്നു ടെമ്പറേച്ചർ. എന്നാൽ യാത്ര ചെയ്യുന്ന ട്രെയിനിലും ട്രാമിലും നമ്മൾ താമസിക്കുന്ന റൂമിലുമൊക്കെ ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പൊരു പ്രശ്നമല്ല. അല്ലാത്തപ്പം നമ്മൾ ഈ ജാക്കറ്റും ഇന്നേഴ്സും ഒക്കെ ഇട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ 2 ദിവസമാണ് ഈ സിറ്റിക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ട്രെയിനിൽ വന്നിറങ്ങിയപ്പം തന്നെ അവിടെ നിന്നും കിട്ടിയ ഒരു അഡ്വൈസ് അനുസരിച്ച് ഞങ്ങൾ 2 ദിവസത്തേക്ക്, അതായത് 19, 20 ഞങ്ങൾ പാസ് എടുത്തു. ഒരാൾക്ക് 22 യൂറോയാണ് ആയത്. 2 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയി നമുക്ക് സിറ്റി ട്രാവലിന് അത് ഉപയോഗിക്കാൻ പറ്റും. തിരിച്ചു പോരുന്ന ദിവസം ഞങ്ങൾ അനറ്റോളി ഫ്രാൻസ് എന്നുള്ള സ്ഥലത്തിനടുത്താണ് നമ്മൾ താമസിച്ചത്. അവിടെ നിന്നും ഗാരഡി ലിയോൺ എന്നുള്ള സ്റ്റേഷൻ വരെയുള്ള അതിനുള്ളൊരു പാസ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതിന് വളരെ ചെറിയ എമൗണ്ടേ ആയുള്ളൂ. ഇവിടെയൊക്കെ നിറയെ ആൾക്കാർ നിന്ന് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിലരാകട്ടെ അവരുടെ കൂടെ വന്നവരുടെ ആ ഒരു ബ്യൂട്ടിയും ഇതിൻ്റെ ഈ മോണുമെൻറ്റിൻ്റെ ബ്യൂട്ടിയും കൂടി സമന്വയിപ്പിച്ച് ഒരേ ഫ്രെയിമിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വിസ്സിലെ മൗണ്ട് ഇറ്റലിസ്, യൂറോപ്പിലെ ഏറ്റവും പൊക്കം കൂടി കൊടുമുടിയായ മൗണ്ട് ജംഗ്ഫ്രോച്ച് ഇവിടെയെല്ലാം കയറേണ്ടിയിരുന്നുകൊണ്ട് അവിടുത്തെ താപനിലയ്ക്കും കൂടി പറ്റിയ -5 വരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ജാക്കറ്റ്സാണ് വാങ്ങിയത്. കാരണം നിങ്ങൾ മിക്ക വീഡിയോകളിലും വളരെ തണുപ്പിനെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ജാക്കറ്റ്സ് ഞങ്ങളായിട്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു യാത്രയിൽ വരുമ്പോഴത്തേനും പല ടൈപ്പ് ജാക്കറ്റ്സ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾക്ക് വൺസ് ഇൻ എ വൈൽ ആയിരിക്കും ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാകുന്നത്. അതേസമയം അവിടെ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു പല ടൈപ്പ് ജാക്കറ്റ്സ് അവിടെ കാണും. അവർ കുറഞ്ഞ ടെമ്പറേച്ചർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഉപയോഗിക്കും. ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂടുമ്പം അതിനനുസരിച്ചുള്ള കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഉപയോഗിക്കും. ഞങ്ങളീ പോകുന്ന 2 പർവ്വതങ്ങളിലും ഐസ് കേവ്സ് ഉണ്ട്. അവിടെയും ഞങ്ങൾ ആ കേവ്സിനുള്ളിൽ ഞങ്ങൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വൂളൻ ഇന്നർവെയേഴ്സ്, ഐസിൽ സ്ലിപ്പ് ചെയ്യാത്തതും നനയാത്തതുമായ ഷൂസ്, ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക്, വൂളൻ ക്യാപ്പ്, നെക്ക് ബാൻഡ്സ്, -5 വരെ ഉപയോഗിക്കാവുന്ന ജാക്കറ്റ്സ് മുതലായവ ഡെക്കാത്തണിൽ നിന്നും, വൂളൻ സോക്സ്, വൂളൻ കയ്യുറ, സെറ്റർ മുതലായവ ഷീമാട്ടിയിൽ നിന്ന് വാങ്ങി. വൂളൻ ഇന്നേഴ്സ് മാത്രം കൂടുതൽ ജോഡി വാങ്ങി. ഇതെല്ലാം നമ്മളിവിടെ പോയപ്പോൾ വളരെ ഉപകാരപ്രദമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ദിവസം മുഴുവൻ തണുപ്പായിരുന്നു. നമ്മൾ ഇറ്റലി, ഓസ്ട്രിയ അങ്ങനെ ആ ഭാഗത്തേക്ക് പോയപ്പം കുറച്ചുകൂടെ ചൂട് കൂടി വന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു മിനിമം ഇത്ര 1000 സബ്സ്ക്രൈബേഴ്സ് കൂടുതലാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയും കാണുക. ഇനിയും നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.